ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നത് ജാങ്കോ ഉപയോഗിച്ചിട്ടൊരു ടു ഡു ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമികം, അതായത് അതിൻ്റെ തുടക്കത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അധികമൊന്നുമില്ല, നമ്മൾ ചെയ്ത HTML അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ചേർത്ത് കൊടുക്കും. അതായത് ഫ്രണ്ട് എൻഡിൽ നമ്മൾ ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ചെറിയ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വെർച്വൽ എൻവയോൺമെൻറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം CD എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ടു ഡു എന്ന പേജിലേക്ക് പോയി. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. റൺ സെർവർ വെച്ച് റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, റൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. ഇപ്പോൾ ഇത് റൺ ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലെ ഒരു പേജ് ആയിരിക്കും. ഇതിൽ ടു ഡൂവിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഹലോ എന്നുള്ളൊരു മെസ്സേജ് ചേർത്തു, അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ ആൻസർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റും അതേപോലെ തന്നെ ആ ഡിലീറ്റ് ബട്ടണും അതേപോലെ തന്നെ അപ്ഡേറ്റ് ബട്ടണും ഒക്കെ സ്ക്രീനിൽ നമുക്ക് ഒരേ ലെവലിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ഇവിടെ വരണം, ഡിലീറ്റും അതേപോലെ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണും നമുക്ക് ഈ ഭാഗത്തേക്ക്, അതായത് ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് നമുക്ക് വരണം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇവിടെ വന്ന് ഈ ആക്ഷൻ എന്ന് ചേർത്ത് കൊടുത്തത് നമുക്കൊരു ഒരു പുതിയൊരു ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡിവ് എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഡിവിന് ക്ലാസ് നെയിമായിട്ട് നമ്മൾ CSSലാണ് ചേർത്ത് കൊടുക്കുന്നത്. D-flex എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കായിട്ട് മാറ്റാം. നമുക്ക് ആ ടൈറ്റിലിൻ്റെ പുറത്ത് വരുന്ന, അതായത് ഡിലീറ്റ്, അപ്ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കായിട്ട് ആഡ് ചെയ്യാം. കാരണം നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്ത് ഈ കാണുന്നതാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഈ ടെക്സ്റ്റ് ഇവിടെ മാത്രമായിട്ട് വരണം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, അത്രയും ഭാഗം നമ്മളിവിടെ ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെക്സ് എന്ന് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്നിട്ട് എന്ത് ചെയ്യാണ്, ബിറ്റ്വീൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ ആ ബട്ടണ് കണ്ടൻറ്റ് ബിറ്റ്വീൻ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇടയിൽ ഇത്രയും സ്പേസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മളിവിടെ വന്ന് ഫ്ലെക്സ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റിഫൈ കണ്ടൻറ്റ് ബിറ്റ്വീൻ എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഗ്യാപ്പാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ, അതായത് ഈ മെയിൻ ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു മാറ്റം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാർജിൻ ടോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ ഭാഗത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഭാഗം തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡിഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് ബിറ്റ്വീൻ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ആ രണ്ട് ബട്ടണും നമുക്കിവിടെ വന്ന് ഈ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർജിൻ റൈറ്റിൽ നമുക്ക് ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് നമുക്കിത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ കൊടുത്ത രണ്ട് ബട്ടണും മാർജിൻ റൈറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു സ്പേസ് കൂടി ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡിലീറ്റ് അതേപോലെ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണും ഏതാണ്ട് അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ചുറ്റും മാർജിൻ ഒന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് M എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് മാർജിൻ 3 ഭാഗത്തേക്കും നമുക്കൊരു 2 വെച്ചിട്ട് മാർജിന് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാർജിൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. M എന്നിട്ടതിന് ശേഷം 2 എന്നിട്ട് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്കിതുപോലെ മാർജിൻസ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബൂട്ട്സ്ട്രാപ്പിൽ നമ്മളിവിടെ ചെയ്ത ഇതിൻ്റെ ഈ യൂസർ കാണുന്ന ഇൻ്റർഫേസിൽ, അതായത് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ബട്ടണൊക്കെ ആഡ് ചെയ്തതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റിൻ്റെ കൂടെ ആ ബട്ടൺ ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു
കുറച്ച് അപ്ഡേഷൻ മാത്രമാണ് വരുത്തിയത്. ഇതിന് മാർജിൻ കൊടുത്തു, അതേപോലെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഈ ചെയ്ത ഇൻ്റർഫേസിൽ നമ്മൾ ചെറിയ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ഈ വീഡിയോൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളും അതേപോലെ ഇതിൻ്റെ മുമ്പ് വരുന്ന ക്ലാസ്സുകളും നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മാക്സിമം കോളിംഗ് കുറച്ച് വാട്സപ്പ് വഴി ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത കോഡുകൾ ഞാനൊരു റെപ്പോസിറ്ററി ആയിട്ട് ആഡ് ചെയ്ത് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ റെപ്പോസിറ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്യണില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലധികം കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് കണ്ടൻറ്റ്, കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് ഈ ഇൻ്റർഫേസിൽ കുറച്ച് എഡിറ്റിങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.